ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഈസി ആയിട്ട് വഴുതനങ്ങ വെച്ചിട്ട് ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു കറി. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. പൊറോട്ടയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫും ഒരു 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പുൻ്റെ ഒന്നും അളവ് കൂടിപ്പോകണ്ട, ഒരു 3 അല്ലെങ്കിൽ 4 മതിയാവും. അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴന്നൊന്നും പോകണ്ട. അതുപോലെ സവാള നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് വാടി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് സവാള ഒന്ന് വഴന്ന് വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സവാള കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങ ആയി പോകണ്ട. അപ്പോൾ ഇതേപോലെ ഒരു 1/4 കപ്പൊക്കെ തേങ്ങ ഉണ്ടാവും, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 7-8 കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി മതിയാവും. നല്ല കളറുള്ള മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളറുണ്ടാവും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ പോയി ഒന്നുകൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലുള്ള വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ തണ്ട് കുറച്ച് മാത്രം കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. ഒന്ന് 4ആയിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. അപ്പം നല്ല പിഞ്ചായിട്ടുള്ള വഴുതനങ്ങ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഒരുപാട് വിളയാത്ത വഴുതനങ്ങ വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ക്രോസിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള അരി കൂടുതലായിട്ട് ഉള്ളതാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വഴുതനങ്ങ അതിൽ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് പകുതി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ ഒരു പാത്രത്തിൽ തന്നെ ആ എണ്ണയിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഉഴുന്നിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം.
കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് തിളച്ച് വരട്ടെ. ആ നേരത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളർ വേണം അല്ലെങ്കിൽ എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഈ ഒരു എണ്ണ നമ്മൾ ചൂടാക്കി വറ്റൽമുളകൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്തിട്ട് അപ്പോൾ തന്നെ അരപ്പൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതുപോലെ ഒരു കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് പുളിവെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. മിക്സ് ആക്കിയിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് പകുതിയൊക്കെ കുക്കായിട്ടുള്ള വഴുതനങ്ങയാണ്. ഇനി കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്